ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 ചിറക് വിരിച്ചു എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്താണ് നീലഗിരിയുടെ റാണി? കാത്തിരിപ്പിൻ്റെ നീറ്റലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികളിൽ വരുന്നത്. എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നത് നോക്കാം. അപ്പോൾ നീലഗിരിയുടെ റാണി. ഇരുപുറവും പല വർണ്ണ പൂക്കൾ, പൂമ്പാറ്റകളുടെ അകമ്പടി, പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറി പോവുകയാണ് തീവണ്ടി. കിനാവ് കാണുകയാണോ? അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ടും സ്വപ്നത്തിന്റെ ചിറകിൽ പാറി നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ. അമ്മയും അച്ഛനും മോനും ഞാനും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും എന്താണ്, അവര് ട്രെയിനിൽ പോവുകയാണ് അല്ലേ, തീവണ്ടി പോവുകയാണ്. കിനാവ് കാണുകയാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടല്ലേ അവർക്ക് ഒക്കെ. എന്നിട്ട് സ്വപ്നത്തിന്റെ ചിറകിൽ പാറി നടക്കുന്നത് പോലെ ഒരു മായാലോകത്തായിരുന്നു ഞങ്ങൾ. ആരൊക്കെയാണ് ഈ ഞങ്ങള്? അമ്മയും അച്ഛനും മോനും ഞാനും അല്ലേ. ഈ വെക്കേഷൻ യാത്ര പൈതൃക വണ്ടിയിലാവാം, അമ്മയാണ് നിർദ്ദേശിച്ചത് അല്ലേ. എന്ത് വണ്ടി? മോനെ ഇടയ്ക്ക് കയറി ചോദിച്ചില്ലേ. നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപ്പാതയാണ്. 1908 പണി പൂർത്തിയാക്കിയതാണ് ഈ പാത. ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിന് പോകാനായി നിർമ്മിച്ചതാണ്. ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീവണ്ടിപ്പാത മണിക്കൂറിൽ 15 കിലോമീറ്റർ ആണെന്ത് പരമാവധി വേഗത. അമ്മ വിശദീകരിച്ചു. അപ്പൊ അമ്മ വിശദീകരിച്ച എന്താണ്, ഈ പൈതൃക വണ്ടിയിലാവെന്ന് പറഞ്ഞപ്പോ എന്ത് വണ്ടിയും ചോദിച്ചില്ല മോന്. അപ്പൊ എന്താണ്, നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപ്പാതയാണിത്. തമിഴ്നാട്ടിൽ നിന്ന് മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപ്പാത അല്ലെ. 1908 എന്ത് ഇത് പണി പൂർത്തിയാക്കിയത് അല്ലെ ഈ പാത. ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിന് പോകാനായി നിർമ്മിച്ചതാണ് അല്ലെ. ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടിപ്പാത അല്ലെ. മണിക്കൂറിൽ 15 കിലോമീറ്റർ ആണ് എന്ത് പരമാവധി വേഗത. അമ്മ വിശദീകരിച്ചു കൊടുത്തു അല്ലെ. വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനും മുഖം കറുപ്പിച്ചു. ഞങ്ങളില്ല എന്ന് പറഞ്ഞില്ലേ. വേഗതയാണ് യാത്രയുടെ ത്രില്ല്. മണിക്കൂറിൽ 10-600 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത് അല്ലേ. ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ 15 കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രയ്ക്ക് ഒരുങ്ങുമോ? ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. രാവിലെ 10:00 മേട്ടുപാളയത്ത് നിന്ന് തീവണ്ടി പുറപ്പെടുക. 4 കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള കൊച്ചു വണ്ടിയാണ് അല്ലെ. കണ്ടപ്പോൾ എനിക്കും മോനുവിനെ ഒട്ടും ഇഷ്ടമായില്ല അല്ലെ. കമ്പാർട്ട്മെന്റുകളാവട്ടെ തീരെ ചെറുതും, 56 സീറ്റ് മാത്രം, ടോയ്ലറ്റ് പോലുമില്ല. എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും. ഇവർക്ക് തീരെ ഇഷ്ടമായില്ല അല്ലെ. സാധാരണ എന്താണ്, മാഗ്നറ്റിക് തീവണ്ടി വരെ ഉള്ള കാലാണ് അല്ലെ. ഇതെന്താണ് 10-600 കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ പോകുന്ന വണ്ടികളൊക്കെ ഉള്ള കാലാണ് ഇപ്പോൾ. എന്നിട്ട് എന്താണ് മണിക്കൂറിൽ 15 കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രയ്ക്ക് ആരെങ്കിലും പുറപ്പെടുക എന്നൊക്കെയാണ് ഇവരെ ഇതില്ലേ. അമ്മ അതിലപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇവർക്ക് തീരെ ഇഷ്ടമായില്ല അല്ലെ. അതാണ് ചെറിയ തീവണ്ടിയാണ്. കണ്ടപ്പോൾ എനിക്ക് മോനുവിനും തന്നെ റെസ്റ്റ് ഇല്ല അല്ലെ. 4 കമ്പാർട്ട്മെന്റുകളാണുള്ള കൊച്ചു വണ്ടിക്ക് അല്ലെ. കമ്പാർട്ട്മെന്റുകളാവട്ടെ തീരെ ചെറുതും. എത്ര സീറ്റാ ഉള്ളത്? 56 സീറ്റാണ് അല്ലെ. ടോയ്ലറ്റ് പോലും ഇല്ല അല്ലെ. എഞ്ചിനോ വണ്ടീന്റെ ഏറ്റവും പിന്നിലുമാണ്. പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെന്റുകൾ നിറഞ്ഞു അല്ലെ. പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ എന്തായി, കമ്പാർട്ട്മെന്റ് ഒക്കെ നിറഞ്ഞ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട്, പല പല ഭാഷ സംസാരിക്കുന്നവർ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്ത് നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത്? അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിന്റെ ചെവിയിൽ പറഞ്ഞില്ലേ. ഇവർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ? ചെറിയ മെല്ലെ പോകുന്ന ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ ദൂര സ്ഥലത്ത് വിദേശത്തു നിന്നൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇവിടെ എന്താക്കി മോനുവിന്റെ ചെവിയിൽ പരിഹാസത്തോടെ ചോദിക്കുകയാണ് അല്ലേ. കളിയാക്കിയോണ്ട് ചോദിക്കുകയാണ്. കണ്ടോ തീവണ്ടിനെ കണ്ടല്ലേ. അവൻ തലക്കുലുക്കി ചിരിച്ചില്ലേ കേട്ടപ്പോൾ. ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചില്ലേ. ഞങ്ങളെ വർത്തമാനം അച്ഛനും അമ്മയും കേട്ടിട്ടുണ്ട്, പക്ഷെ അവർ കേട്ടില്ലെന്ന് നടിച്ചില്ലേ. D1 കമ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ. ജനാലയ്ക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞാനും മോനും ചേർന്നിരുന്നു. കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു. വളരെ പതുക്കെയാണ് യാത്ര. കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. അമ്മയുടെ കണ്ടെത്തൽ ഭയങ്കരം തന്നെ. മോന് തന്നെ പ്രതിഷേധം അറിയിച്ചു. അമ്മ അപ്പോഴും ചിരിച്ചതേ ഉള്ളൂ അല്ലെ. അപ്പൊ മോനിനെ ഇഷ്ടമായില്ല. അപ്പൊ മോനെ എന്താ പറഞ്ഞേ, എന്തൊരു വണ്ടിയാന്നൊക്കെ പറഞ്ഞില്ലേ. അമ്മേന്റെ കണ്ടെത്തൽ ഭയങ്കരം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞില്ലേ മോനെ. അപ്പൊ അത് കേട്ട് അമ്മ ചിരിച്ചില്ലേ. ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ. അച്ഛന്റെ മുഖത്ത് പോലും ഒരു കുസൃതി ചിരി ഉണ്ട് അല്ലേ. സാധാരണ ഗൗരവക്കാരനായി ഇരിക്കുന്ന അച്ഛനാണ് അല്ലേ. അച്ഛന്റെ മുഖത്ത് അതാണ് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് അല്ലേ.
കൂ 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 തീവണ്ടി കൂകി നടക്കും തീവണ്ടി. മോനെ അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ് അല്ലേ. ഞാനും കൂടെ കൂടി, അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി. ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി. കല്ലാർ. അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ്. ഇത് നാഗാരേജ് പാതയാണ്. എന്താണ്? നാരോഗേജ് കേട്ടോ. ഓക്കെ, ഇത് നാരോഗേജ് പാതയാണ്, അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത. അച്ഛൻ വിശദീകരിച്ചു. ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ. ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ എന്താ സാധാരണ പാളങ്ങൾ മാത്രം പോരാ. പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക് വണ്ടിയിലെ പൽചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത്. പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടിപ്പാത ഉണ്ടായാലേ വണ്ടിക്ക് മല കയറാനാവും. അപ്പൊ കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെ പല്ലുകളുള്ള തീവണ്ടിപ്പാത ഉണ്ടാവണം അല്ലേ. ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാതയാണെന്ത്? നീലഗിരി മൗണ്ടൻ റെയിൽവേ. അപ്പൊ ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാത ഏതാണ്? നീലഗിരി മൗണ്ടൻ റെയിൽവേ അല്ലെ. വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി. ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി. വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ് അല്ലെ. അമ്മേ ഇത് നോക്കൂ. കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങു കൂട്ടത്തെ നോക്കിയിട്ട് മോനെ അമ്മയെ തോണ്ടി വിളിച്ചില്ലേ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ മരങ്ങളിൽ എന്താ കുരങ്ങു കൂട്ടം കണ്ടപ്പോൾ അമ്മയെ അങ്ങോട്ട് നോക്കി നിർത്തില്ലേ. എനിക്കും പുറത്തുനിന്ന് കണ്ടെടുക്കാനായില്ല. മരങ്ങൾക്കിടയിലൂടെ ഓടി മറയുന്ന മുയലുകളുണ്ട്. പൂത്തു നിൽക്കുന്ന ചെടികൾ, പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ, അരുവികൾ, പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്ന പൂമരങ്ങൾ. ഒരു മഞ്ഞ പൂമ്പാറ്റ മോനുവിന്റെ കൈത്തണ്ടയിൽ വന്നിരുന്നില്ലേ. അവൻ അതിനെ നോവിക്കാതെ ഒരുമ്മ കൊടുത്തു. എത്ര പെട്ടെന്നാണ് പ്രകൃതിയാകെ മാറിയത്. ഇത്ര ശാന്തമുള്ള കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര. ഇപ്പോൾ നാം പോകുന്നത് 100ാമത്തെ പാലത്തിലൂടെയാണ്. ഞാൻ എണ്ണിയിരുന്നു. അപ്പൊ 100ാമത്തെ പാലത്തിലൂടെയാണ് അപ്പൊ പോകുന്നതെന്ന് പറഞ്ഞില്ലേ. ഞാൻ എണ്ണിയിരുന്നു എന്ന് പറഞ്ഞ മോനെ അത്ഭുതം മറച്ചു വെക്കാതെ വിളിച്ചു പറഞ്ഞില്ലേ. തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇത് കേട്ട് അവന് നേരെ കൈനീട്ടി. 100 ബ്രിഡ്ജസ്. അവയാൾ മനസ്സിലായി എന്ന മട്ടിൽ എന്താണ് തലയാട്ടി അല്ലേ. അപ്പൊ എന്താണ്? അപ്പം ഇവരെന്താണ് പ്രകൃതിയൊക്കെ ആ പ്രകൃതിന്റെ ഭംഗിയൊന്നും നമ്മളിതിലേക്ക് ഇങ്ങനെ അപ്പോഴാണ് ആസ്വദിക്കുന്നത് അല്ലേ. അപ്പൊ മോനെന്താ പറഞ്ഞത്? ഞാൻ പോകുന്നത് ഇപ്പൊ എത്ര 100ാമത്തെ പാലത്തിലൂടെയാണെന്ന് പറയാണല്ലേ. ഞാൻ എണ്ണി ഉണ്ടായിനി എന്നൊക്കെ മോന് ഭയങ്കരമായിട്ട് സന്തോഷത്തോട് വിളിച്ച് പറയാണല്ലേ. അപ്പൊ അത് കേട്ട് തൊട്ടടുത്തുള്ള വിദേശി എന്താ പറഞ്ഞ 100 ബ്രിഡ്ജസ് അയാൾ മനസ്സിലായി എന്ന മട്ടിൽ എന്താക്കി തലയാട്ടി അല്ലേ. ഈ പാതയിൽ ആകെ 250 പാലങ്ങളുണ്ട്. എത്രയാണ്? 250 പാലങ്ങളുണ്ട്. 16 തുരങ്കങ്ങളും 108 വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അല്ലേ. അപ്പൊ 16 തുരങ്കങ്ങളും 108 വലിയ വളവുകളും പിന്നിട്ടാണ് ഈ വണ്ടിയുടെ യാത്ര. അഡർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി അല്ലെ. അഡർലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തി. ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. കാട്ടാന ശല്യമാണ് കാരണം. ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത് ഇവിടെ നിന്നാണെന്നില്ലേ. അവിടെ എന്താണ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിനി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനും ഇപ്പം ഇല്ല. കാരണം എന്താ? കാട്ടാനകൾ അവിടെ ശല്യപ്പെടുത്തി അല്ലേ. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനൊന്നും ഇല്ല. പക്ഷെ ഇവിടെ നിന്നാണ് എന്ത് വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി. പലപ്പോഴും തീവണ്ടി യാത്രയ്ക്കിടയ്ക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് അല്ലേ. തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ്. അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ? ഇവിടെ എല്ലാം വളരെ സാവധാനമാണ്, വളരെ ശാന്തവും അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്താണ് അവിടെ ഇറങ്ങിയില്ലേ. അച്ഛൻ എന്തെങ്കിലും സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരലുണ്ട് അല്ലേ. വെള്ളം എന്തൊക്കെ വാങ്ങലുണ്ട്. അപ്പോൾ തിരിച്ചും വരും വരെ, അതായത് അച്ഛൻ തിരിച്ചു വരുന്ന വരെ എന്താണ് നമുക്ക് ഭയങ്കര പേടിയാണ് അല്ലേ. കാരണം എന്താണ്? അച്ഛൻ വരുന്നതിന് മുന്നേ എങ്ങാനും വണ്ടി വിട്ടാലോ എന്നുള്ള പേടിയാണല്ലേ. ഇവിടെ എല്ലാം വളരെ സാവധാനമാണ് അല്ലേ, വളരെ ശാന്തവും. ഏറ്റവും രസമുള്ള സ്ഥലം എന്താണ്? റണ്ണിമീഡ് സ്റ്റേഷനാണ്. തെളിഞ്ഞ അരുവി, പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ ചരിവ്, തലയിൽ മഞ്ഞുകിരീടം ചൂടിയ മല അല്ലെ. മഞ്ഞുകിരീടം ചൂടിയ മല. അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി. പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനകത്ത് പാട്ടുകൾ പാടി അല്ലെ. പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ എന്താക്കി ഈ വണ്ടിന്റെ അകത്തുള്ള യാത്രക്കാരൊക്കെ എന്താക്കി അത് നല്ല പാട്ടൊക്കെ പാടാൻ തുടങ്ങി അല്ലെ. താളത്തിനകത്ത് വണ്ടിയുടെ പതിഞ്ഞ താളത്തിനകത്ത് പാട്ടുകൾ പാടി. മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധനയെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചില്ലേ. എന്താണ് മലമുകളിലെ പുകമഞ്ഞ്? എന്താണ് ടിക്കറ്റ് പരിശോധകനെ പോലെ എന്താണ് എല്ലാവരെയും തോണ്ടി വിളിക്കുകയാണ് അല്ലേ. ഞങ്ങളെ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറിച്ച് കോടമഞ്ഞിനെ സമ്മാനിച്ചു അല്ലേ. ഞങ്ങളെന്താക്കി പുറത്തേക്ക് കൈ നീട്ടിയിട്ട് എന്താണ് കാട്ടുപൂക്കൾ പറിച്ചിട്ട് എന്താണ് കോടമഞ്ഞിനെ സമ്മാനിച്ചു. കുനൂരെത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു. ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി. ഇനി കുനൂരെത്തിയപ്പോൾ എന്താണ് വണ്ടിയെ കുറച്ചധികം സമയം അവിടെ നിർത്തിയിട്ടില്ലേ. ഇനി വണ്ടിക്ക് എന്താ സാധാരണ ഡീസൽ എഞ്ചിൻ മതി. അത് ഘടിപ്പിക്കാനാണ് അവിടെ നിർത്തിയിട്ടത്. എവിടെ? കുനൂരിൽ അല്ലേ.
അച്ഛൻ ഞങ്ങൾക്ക് കുനൂരിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പേവിഷക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത്. മറ്റ് വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ് പേവിഷ പറഞ്ഞാൽ എന്താ, നായൊക്കെ കടിക്കുമ്പോ എന്താണ് എന്താ പേ ഇളകൂലേ, ആ പേവിഷക്ക് എതിരായിട്ടുള്ള വാക്സിനാണ് അല്ലേ. പേവിഷബാധക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥലമാണെന്ത് ഇവിടെ എവിടെ ഈ കുനൂര് അല്ലേ. അവിടെ പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അല്ലേ. മറ്റ് വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നും പറഞ്ഞു അല്ലേ. കുനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, കയറ്റവും കുറവാണ്. ഏതെല്ലാമോ സിനിമകളിൽ കണ്ട് പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങൾ വണ്ടി ഊട്ടിയിലെത്തി അല്ലേ. അങ്ങനെ എന്താക്കി അവിടെ ഞങ്ങൾ ഇനി ഊട്ടിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ അല്ലേ, കയറ്റവും കുറവാണ് അല്ലേ. അങ്ങനെ ഏതൊക്കെ സിനിമയിൽ കണ്ട് പരിചയമുള്ള ഒരു മായാലോകത്തെ കാഴ്ചകളിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അങ്ങനെ ലാസ്റ്റ് വണ്ടി എന്താക്കി ഊട്ടിയിലെത്തി. ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ ഊട്ടിയിൽ എന്താണ് സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലാണ് അല്ലേ. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു അല്ലേ. അപ്പൊ നീലഗിരിയുടെ റാണി ആരാണ്? ഊട്ടി അല്ലേ. ആ ഊട്ടിയിലേക്ക് ഞങ്ങൾ കയറിയില്ലേ, അവര് ഊട്ടി സ്വാഗതം ചെയ്തു. തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ഇരുപുറവും ചേർന്ന് നിന്ന്. അമ്മ ഞങ്ങളെ ചേർത്ത് നിർത്തി തോളിലിട്ട് കമ്പിളി പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്ലേ. അപ്പൊ അങ്ങനെ എന്താക്കി, അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ എന്താക്കി, അമ്മേന്റെ 2 ഭാഗത്തായി നിന്നപ്പോൾ അമ്മ എന്താക്കി, ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് തോളിലിട്ട കമ്പിളി പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്ലേ. അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖം ഉയർത്തി അല്ലേ. അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി. അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ എന്താക്കി, ആ ഫോട്ടോ എടുത്ത് ഞങ്ങളെ ഒരുമിച്ചിരിക്കുന്ന ഇത് ഞങ്ങളെ ക്യാമറയിലാക്കി. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ഇതായിരുന്നു അല്ലേ. ആദ്യം വലിയ താല്പര്യം ഇല്ലാതെയാണ് ട്രെയിനിൽ യാത്ര കയറിയത് അല്ലേ. പക്ഷെ എന്താണ്, ട്രെയിനിൽ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അല്ലേ, ട്രെയിനിൽ ഓടിയപ്പോൾ എന്താക്കി, അവർക്ക് ആ കാഴ്ചകളും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അല്ലേ. അപ്പൊ കാറ്റത്തിട്ട് അമ്മി പോലെ ഒരു വണ്ടി മോനെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖം ഉയർത്തി. എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത്? എന്തുകൊണ്ടാണ്? സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ. നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. ഈ യാത്രാ വിവരണത്തിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതെന്നും എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചർ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക്